നമ്മൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വത്ത് നിധി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ തന്നെയാണല്ലേ. എന്നാൽ നമ്മുടെ മക്കൾക്ക് പരീക്ഷയിൽ ഒരല്പം മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുമിടുക്കനായിരുന്നു അല്ലെങ്കിൽ മിടുമിടുക്കിയായിരുന്നു, നീ അതിൻ്റെ പകുതി പോലുമില്ല, ഇങ്ങനെ പറയാറുണ്ടോ? അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ മറ്റു മക്കളുമായി താരതമ്യപ്പെടുത്തി പറയുമോ? അതുപോലെ കുഞ്ഞിൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുക്കളായ മറ്റു കുട്ടികൾ ഇവരെയൊക്കെ താരതമ്യപ്പെടുത്തി അവൻ എത്ര മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ആണെന്ന് നോക്ക്, നീയോ വെറും മണ്ടൻ അല്ലെങ്കിൽ മണ്ടി, നിനക്ക് ഇനിയെങ്കിലും നന്നാകണം എന്ന് തോന്നുന്നില്ലേ? ഇങ്ങനെയുള്ള ഡയലോഗുകൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ പറയുമോ? എങ്കിൽ ഒന്നോർത്തുകൊള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര തന്നെ സ്നേഹിച്ചാലും നിങ്ങൾ നിധികൾ എന്ന് കരുതുന്ന നിങ്ങളുടെ മക്കളുടെ മുന്നിൽ ഒരിക്കലും നിങ്ങളൊരു നല്ല പാരൻറ്റ് ആവുകയില്ല. ഇങ്ങനെയുള്ള ഡയലോഗുകൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിത്തം തന്നെ വെറുത്തു പോകും. ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്, അവൻ്റെ കഴിവുകളും. നന്നായി മാത്സ് ചെയ്യുന്ന ഒരു കുട്ടി ഒരു പക്ഷേ ബയോളജിയിൽ പിന്നോട്ടാവാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലും പ്രോഗ്രാമിങ്ങിലും ഒക്കെ മിടുക്കനായ ഒരു കുട്ടി കെമിസ്ട്രിയിൽ പിന്നിലോട്ടാവാം. നന്നായി ഭാഷാ പ്രാവീണ്യമുള്ള ഹിസ്റ്ററിയിലെ വർഷങ്ങളൊക്കെ നന്നായി ഓർമ്മിക്കുന്ന ഒരു കുട്ടി ഫിസിക്സിൽ പിന്നിലോട്ടാവാം. അതുപോലെ തന്നെ നന്നായി പടം വരയ്ക്കാൻ അറിയാവുന്ന, നന്നായി പാട്ടുപാടുന്ന, നന്നായി നൃത്തം ചെയ്യുന്ന, സ്പോർട്സിൽ നന്നായി പെർഫോം തെളിയിക്കുന്ന കുട്ടികൾ അവർ ഓരോരുത്തരും അവരുടെ മേഖലയിൽ നന്നായി പെർഫോം ചെയ്യും, മറ്റുള്ള മേഖലയിൽ പിന്നിലോട്ടുമായിരിക്കും. മത്സ്യങ്ങൾ വെള്ളത്തിൽ നന്നായി നീന്തുമല്ലേ, എന്നാൽ ഈ മീനുകളെ പിടിച്ച് നന്നായി മരം കയറുന്ന അണ്ണാനെ പോലെ ഒരു മരത്തിലോട്ട് കയറാൻ പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നും കരയിലെടുത്ത് വെക്കുമ്പോഴേ പ്രാണവായു ഇല്ലാതെ അതിൻ്റെ ജീവൻ പോകുമല്ലേ. അതുപോലെ തന്നെ ഒരണ്ണാനെ, അതായത് സ്ക്വയറലിനെ പിടിച്ച് നീന്താൻ പറഞ്ഞ് വെള്ളത്തിലിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ എത്ര ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയായാലും അതിനെ ഒന്ന് പാമ്പിനെ പോലെ എഴയാൻ പറഞ്ഞാൽ അതിന് പറ്റുമോ? ഇല്ല അല്ലേ. തിരിച്ചും ഇതുപോലെ ജന്തുക്കളായാലും പക്ഷികളായാലും ജീവശാസ്ത്രപരമായി ഡിഫറൻ്റാണ് അവരുടെ കഴിവുകളും. അതുപോലെ തന്നെ ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്, അവരുടെ ടാലൻസും ഡിഫറൻ്റാണ്. ഓരോ കുട്ടിയുടെയും ബൗദ്ധികപരമായ കഴിവുകൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അനുസരിച്ചും ജനിതകപരമായ സവിശേഷതകൾ കൊണ്ടും ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മാതാപിതാക്കളും ടീച്ചേഴ്സുമൊക്കെ കുട്ടികളോട് പെരുമാറുന്നതും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, എന്നേ കാലഹരണപ്പെട്ടു പോയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് പിന്തുടർന്നു പോകുന്നത്. കുട്ടികൾ അവർക്ക് മനസ്സിലാകാതെ എന്തൊക്കെയോ പഠിക്കുകയാണ്, എന്നാൽ ഭാവിയിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്നത് ഒന്നും, അതായത് പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ഒന്നും അവർ പഠിക്കുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വിഭാവനം ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിനാൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഫ്രസ്ട്രേറ്റഡ് കൂടിയാണ്. എല്ലാ കുട്ടികളുമല്ല, ഒരു 70% കുട്ടികളെങ്കിലും ഇങ്ങനെയാണ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം. ചില കുട്ടികൾ ചോദിച്ചിട്ടുമുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ പാരൻസ് അവർക്ക് വേണ്ട കെയറിങ് ആൻഡ് കൺസേൺ ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ കുട്ടൂസനും ഡാങ്കിനിയും ഒക്കെ ആയാൽ അവർ മായാവിയെ പോലെ നമ്മുടെ അടുത്ത് നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ മാത്രമേ ആഗ്രഹിക്കൂ. വീട്ടിൽ നിന്നും സ്നേഹം കിട്ടില്ല എങ്കിൽ അവർ ചെന്ന് പെടുന്നതോ ഒരുപക്ഷെ അവർക്ക് ദോഷം വരുത്തുന്ന കൂട്ടുകെട്ടുകളിലേക്കാവാം. ഇനി കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എവിടെ സാന്ത്വനം കിട്ടുമോ അങ്ങോട്ട് പോവും. അതൊരു പക്ഷേ പ്രണയബന്ധങ്ങളാവാം. ഇപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജീവന തുല്യം മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റു കുട്ടികളുമായി നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്ത് പറയുന്ന നിങ്ങളുടെ ഡയലോഗുകൾ അത് നിങ്ങളുടെ കുട്ടികളെ നിരാശയുടെ പടുകുഴിയിൽ തള്ളിവിടും. ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്ന അഭിലാഷം നഷ്ടപ്പെടുത്തും. ആരെ വെച്ചാണോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്ത് പറയുന്നത് അവരെ നമ്മുടെ മക്കൾ വെറുക്കും. നിങ്ങൾ പറയുന്ന അത്തരം ഡയലോഗുകൾ കുട്ടികളുടെ മനസ്സിൽ നിങ്ങളോട് തീർച്ചയായും വെറുപ്പുണ്ടാക്കും. മാത്രമല്ല മാതാപിതാക്കളെ എപ്പോഴും എതിർക്കുന്ന റിബലായി മാറാം ഒരുപക്ഷെ അത്തരം ഡയലോഗുകൾ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ തന്നെ ആകുക എന്ന പാരൻസിൻ്റെ ആഗ്രഹം. അത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ്. അവരെ നമ്മളാക്കാൻ ശ്രമിക്കാതിരിക്കുക, പകരം അവരെ അവരുടെ വഴിയിൽ തന്നെ വിടാൻ നോക്കുക.
അല്ലാതെ നിങ്ങളുടെ കുത്തുവാക്കുകൾ കൊണ്ട് മക്കളുടെ ചിറകുകൾ അരിയരുത്. അതുപോലെ തന്നെയാണ് അപൂർവം കുറച്ച് പാരൻസെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, അവരെ കുറ്റപ്പെടുത്തും, കളിയാക്കും. ഇത് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ അത് എത്ര ആഴത്തിലാവും എന്ന് ചിന്തിക്കാതെ പറയുന്നതാവാം മാതാപിതാക്കൾ. നമ്മുടെ മക്കൾ തെറ്റ് കാണിച്ചാൽ അത് അവരെ മാത്രം മാറ്റി നിർത്തി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് അവർക്ക് സാന്ത്വനം നൽകും. അല്ലാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തരുത്. ഇനി മക്കൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയാലോ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ചില മാതാപിതാക്കൾ ദിവസങ്ങളോളം കുട്ടികളോട് മിണ്ടില്ല. കുട്ടി എന്ത് ചോദിച്ചാലും ഒരു മൂളലിലോ നോട്ടത്തിലോ മറുപടി ഒതുക്കും. ഇത്തരം തണുപ്പൻ പ്രതികരണവും ഒഴിവാക്കി നിർത്തലും തങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന വികാരം കുട്ടിയിൽ നിറയ്ക്കും. തന്നെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ആരുമില്ലെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം രീതികളുണ്ടെങ്കിൽ ദയവായി അത് മാറ്റുക. പകരം മാർക്ക് കുറഞ്ഞതിൽ മോൻ വിഷമിക്കേണ്ട, നിന്റെ ഹാർഡ് വർക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു, അതിൽ അച്ഛനും അമ്മയും ഹാപ്പിയുമാണ്, അല്പം കൂടി ശ്രമിച്ചാൽ നല്ല മാർക്ക് മോന് വാങ്ങാം എന്നുള്ള അഭിനന്ദന വാക്കുകളും പ്രോത്സാഹനവും കുട്ടിക്ക് കൊടുത്തു നോക്കൂ. അതിൻ്റെ ഫലം തീർച്ചയായും അടുത്ത പരീക്ഷയിൽ കാണാനാകും. ഇനി ഇത് ഫലം ചെയ്യുന്നില്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയാത്തത് മറ്റ് ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ കാരണമാണോ എന്ന് നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ കുട്ടിയെ ഡോക്ടറിനെ കാണിക്കുകയും വേണം. ഇനി ടീനേജിലാണ് നിങ്ങളുടെ കുട്ടികളെങ്കിൽ മാതാപിതാക്കളുടെ പല ഉപദേശങ്ങളെയും കുട്ടികൾ ഒരുപക്ഷെ എതിർത്തെന്ന് വരും. അപ്പോൾ എതിർപ്പിനെ വ്യക്തിപരമായി എടുത്ത് ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കേണ്ട കാര്യമില്ല. എതിർപ്പ് അവരുടെ സ്വാതന്ത്ര്യബോധവും ആത്മവിശ്വാസവും പക്വതയും വളരുന്നതിൻ്റെയും പ്രതിഫലനമായി മാത്രം മനസ്സിലാക്കുക. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഈ എതിർപ്പുകൾ അത്യാവശ്യവുമാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്ന് കരുതുക. നമ്മൾ പറയുന്നതൊക്കെയും ഒന്നും ചിന്തിക്കാതെ അക്ഷരം പ്രതി അതുപോലെ അനുസരിക്കുന്നതല്ല നല്ല കുട്ടികളുടെ ലക്ഷണം. ഇനി കുട്ടികളുടെ എതിർപ്പുകളിൽ ന്യായമില്ലെങ്കിൽ സമാധാനപൂർവ്വം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും സ്വന്തം നിലപാട് ശക്തവും ശാന്തവുമായി പറയുകയും ചെയ്യുക. ഇത് കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനം കൂട്ടും. അതുപോലെ ചില പാരൻസ് കുട്ടികളുടെ വികാരങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കില്ല. മുതിർന്നവരുടേതുപോലെ തന്നെ കുട്ടികളുടെ വികാരവും, അതിപ്പോൾ ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും എന്തുമായിക്കൊള്ളട്ടെ, അതെത്ര ബാലിശമായാലും അതും പ്രധാനമാണ്. അവരുടെ സങ്കടത്തിലും ദേഷ്യത്തിലും നിരാശയിലും ആഹ്ലാദത്തിലും നിങ്ങളുണ്ട് എന്നും നിങ്ങൾക്കതിൽ കരുതലുണ്ട് എന്നും കുട്ടിക്ക് തോന്നണം. കുട്ടികളുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന മാതാപിതാക്കളോട് അവർക്ക് ഇഷ്ടവും ആദരവും ഒക്കെ കൂടും. വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുകൂടി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കാനാകാതെയാണ് പല കുട്ടികളും ഒളിച്ചോടുകയും അപകടകരമായ കൂട്ടുകെട്ടുകളിൽ പെടുകയും മറ്റും ചെയ്യുന്നതും. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസമാണ് നമ്മുടെ മക്കളിൽ നമ്മൾ നിറയ്ക്കേണ്ടത്. അതുപോലെ മുതിർന്നവരിൽ നിന്നും വേറിട്ട ആശയങ്ങളും അഭിലാഷങ്ങളും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. അത് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക. മാത്രമല്ല നമ്മളത് മനസ്സിലാക്കുന്നു എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുക. അവസരം കിട്ടുമ്പോഴെല്ലാം ആത്മവിശ്വാസം നിറയ്ക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും അവരുടെ ആശയങ്ങളെ വിലമതിക്കുകയും ചെയ്യുക. അതായത് വാല്യൂ കൊടുക്കുക. ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഉണ്ടായിരിക്കുക. അച്ഛനോ അമ്മയോ ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിൽ അതേ കഴിവും താല്പര്യവും നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് വളരാനുള്ള കഴിവും ചിലപ്പോൾ കുട്ടിക്കുണ്ടാകില്ല. അവന് കലാപരമായ കാര്യങ്ങളോടായിരിക്കാം ഒരുപക്ഷെ താല്പര്യം. കുട്ടിയുടെ കഴിവ് ഏതിലാണെന്ന് കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുകയുമാണ് ഓരോ പാരൻറ്റും ചെയ്യേണ്ടത്. ഏത് വിഷയത്തിലും ഏത് മേഖലയിലും അങ്ങേയറ്റം വളരാനും മികച്ച നിലയിലേക്ക് എത്താനും ഇന്ന് അവസരങ്ങൾ ഏറെയുണ്ട് എന്ന് പാരൻസ് മറക്കാതിരിക്കുക. അതുപോലെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അടി, നുള്ള് തുടങ്ങിയ ശിക്ഷകൾ നൽകരുത്. ചുട്ട അടി കൊടുത്താൽ അനുസരിച്ചു കൊള്ളും, അടി ചെയ്യും ഫലം മറ്റൊന്നും തരില്ല, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി തരില്ല തുടങ്ങിയ പഴമൊഴികളൊക്കെ പറയാൻ നമ്മുടെ ചുറ്റിലും ആളുകളുണ്ടാവും. ഇതൊന്നും നമ്മുടെ കുട്ടികളുടെ മേൽ നമ്മൾ പ്രവർത്തിക്കരുത്. കുട്ടികളുടെ സ്വാഭാവികമായ മാനസിക വളർച്ചയ്ക്ക് തടസ്സമാകും ഇത്തരം ശിക്ഷാരീതികൾ.
ശാരീരിക ശിക്ഷാ നടപടിയിലൂടെ കുട്ടികളിൽ ഭയം വളരാം, അല്ലെങ്കിൽ അവരുടെ സ്നേഹക്കുറവിന് പാത്രമാകാം എന്നല്ലാതെ ശരിയും തെറ്റും വിവേചിച്ചറിയാനായി ഈ ശിക്ഷാരീതികൾ അതവരെ ഒരു വിധത്തിലും സഹായിക്കില്ല. സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. തീർച്ചയായും കുട്ടികൾ അത് കേൾക്കും. അതുപോലെ ഇവനോട് അല്ലെങ്കിൽ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവൾ ഇങ്ങനെയേ പോകൂ എന്ന മട്ടിൽ കുട്ടിയെ തീരെ അവഗണിക്കുകയും പോകുന്ന വഴി പോകട്ടെ എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്യരുത്. കുട്ടികളെ വളർത്തുക എന്നത് തീർച്ചയായും ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അതിപ്പോൾ മാതാപിതാക്കൾ ഒരുമിച്ചായാലും ശരി, സിംഗിൾ പാരൻ്റ് ആയാലും ശരി. അതുപോലെ തന്നെ കൂടുതൽ പരിഗണന നൽകി തീരെ മാനസിക സമ്മർദ്ദം ഇല്ലാത്ത അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അരുത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം പ്രഷർ, കുറച്ച് പ്രഷർ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ മാനസിക വളർച്ചയെ സഹായിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നതും. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം, അതായത് കോൺഫിഡൻസ് വളർത്തുക എന്നതാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള അവസരം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക, സമ്മാനം കിട്ടിയില്ലെങ്കിലും പങ്കാളിത്തത്തെ പ്രശംസിക്കുക, നിത്യവും ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുക. അതിപ്പോൾ വീട്ടിലെ ചെടിക്ക് വെള്ളമൊഴിക്കുന്നതോ, വീട് വൃത്തിയാക്കാൻ അമ്മയെ സഹായിക്കുന്നതോ, കാർ കഴുകാൻ അച്ഛനെ സഹായിക്കുന്നതോ, കുക്ക് ചെയ്തതോ എന്തുമായിക്കൊള്ളട്ടെ, അത് നിങ്ങളിലുണ്ടാക്കിയ സന്തോഷം അത് കുട്ടിയുമായി പങ്കുവെക്കുക. ഇതെല്ലാം തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഗുണം ചെയ്യും. യുവർ ചൈൽഡ്സ് മെൻ്റൽ ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എന്ന കോട്ട്സ് ഓർമ്മിക്കുക. അതുപോലെ ചില കുട്ടികൾ മുതിർന്നവരുടെ സംസാരത്തിനിടയിൽ കയറി അഭിപ്രായം പറയുന്ന പതിവുണ്ട്. പലപ്പോഴും നമുക്കിതിൽ ദേഷ്യം വരികയും അവരെ ശകാരിക്കുകയുമാണ് ചെയ്യാറ്. ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കും. മറിച്ച് അവർ പറയുന്നതിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കുക. മാത്രമല്ല, വീട്ടിലെ പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അവർക്കും അവസരം കൊടുക്കുക. മാതാപിതാക്കളെ കണ്ടായിരിക്കും കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുക. തീരെ ആത്മവിശ്വാസമില്ലാത്തവരായി സ്വയം മാതാപിതാക്കൾ സംസാരിക്കുന്നത് കുട്ടികളെ സ്വാധീനിക്കും എന്നും ഓർക്കുക. അതിനാൽ കുട്ടികൾക്ക് നമ്മൾ തന്നെ മാതൃകയാവുക. സ്വയം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക. ഇനി പാരൻസിന് ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ആദ്യം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ സ്വന്തമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കുട്ടിക്ക് അവസരം കൊടുക്കണം. കുട്ടി തീരുമാനമെടുക്കുമ്പോൾ അത് നിങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ കുറ്റപ്പെടുത്തുകയും അരുത്. കുട്ടിയുടെ തീരുമാനം തുറന്ന മനസ്സോടെ തന്നെ അംഗീകരിക്കണം. തീരുമാനമെടുക്കുക എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല എന്ന് പ്രത്യേകം ഓർക്കുക. അഭിപ്രായം തുറന്നു പറയാനുള്ള ധൈര്യം പകർന്നു നൽകുക. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റാരെയും മുറിപ്പെടുത്താത്ത വിധം തുറന്നു പറയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക. അങ്ങനെ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ. നമ്മുടെ തീരുമാനങ്ങൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ അത് എവിടെയും ഉറക്കെ പറയാനും ഉറച്ച നിലപാടുകൾ എടുക്കാനും എടുത്ത നിലപാടുകളിൽ നിന്നും മാറാതെയിരിക്കാനും കുട്ടികളെ ഇത് സഹായിക്കും. അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായം എത്രത്തോളം സ്വീകരിക്കണം എന്നും എത്രത്തോളം സ്വീകരിക്കേണ്ട എന്നും കുട്ടികളെ പരിശീലിപ്പിക്കുക. മറ്റുള്ളവരുടെ പ്രതികൂലമായ അഭിപ്രായങ്ങൾ, അതായത് നെഗറ്റീവ് കമൻറ്റ്സ്, നമ്മുടെ കഴിവുകളെ, നമ്മുടെ ടാലൻറ്റിനെ ബാധിക്കില്ല എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സും കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നെഗറ്റീവ് എനർജി തരുന്ന ആളുകളിൽ നിന്നും മാറി നിൽക്കാനും കുട്ടിയെ പഠിപ്പിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടു വേണം നമ്മുടെ കുട്ടികൾ വളരാൻ. അപ്പോൾ അതവർ തീർച്ചയായും ഫോളോ ചെയ്യും. നമ്മുടെ സഹായം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സന്തോഷം കുട്ടികൾ കാണുന്നത് കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരാക്കും. അവർക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഇൻസ്പിറേഷനും ഉണ്ടാക്കും. കൂടെയുള്ള കുട്ടികളെ, വീട്ടിലെ മുതിർന്നവരെ, അംഗപരിമിതിയുള്ളവരെ ഒക്കെ സഹായിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ
നമ്മുടെ മക്കൾ ടീനേജിലാണെങ്കിൽ അവർക്ക് പ്രണയമുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കുക. പ്രണയമല്ല, നമ്മുടെ കരിയറാണ് വലുതെന്ന് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക.